അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3042. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഭക്ഷണം കഴിച്ചാലും നോമ്പിൻ്റെ പുണ്യം ലഭിക്കാൻ അങ്ങനെ ഒരു സംഗതി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാല, അവിടുന്ന് പറഞ്ഞു, അത്വാഇമു ഷാക്കിറു, നന്ദിയുള്ള ശുക്ർ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നവൻ, അവൻ ബി മൻസിലത്തി സ്വാഇമി സ്വാബിർ, ക്ഷമിച്ച് നോമ്പെടുക്കുന്നവൻ്റെ സ്ഥാനത്താണ്. അവനും ഈ നോമ്പുകാരനുള്ള പുണ്യം ലഭിക്കും. ഭക്ഷണം കഴിച്ച് നന്ദിയുള്ള ഭക്ഷണം കഴിക്കുന്നവനെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക് ലഭിക്കുന്നു എന്ന നിലക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനാണെങ്കിൽ, റമദാൻ മാസത്തിൽ പകലിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുന്നത്, നോമ്പല്ലാത്ത സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം അല്ലാഹു തആല നൽകിയതിന് അവൻ ശുക്ർ ചെയ്യുന്നു. ശുക്ർ ചെയ്യുന്നത് ധാരാളമുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുന്നതും കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുന്നതൊക്കെ ശുക്റിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം അല്ലാഹു തആല എനിക്ക് ആവശ്യമായ റിസ്ക് തന്നല്ലോ എന്ന നിലയ്ക്ക് അള്ളാഹുവിന് കൂടുതൽ നിസ്കാരവും നോമ്പും സുജൂദും ഒക്കെ ആയിട്ട് അങ്ങനെ നിർവഹിക്കുക, അതൊക്കെയും ശുക്റിൻ്റെ ഭാഗം തന്നെയാണ്. ആകയാൽ അള്ളാഹു തന്ന ഭക്ഷണം അത് കഴിക്കുമ്പോൾ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നയാൾ, റിസ്ക് ലഭിച്ചതിന് ശുക്ർ ചെയ്യുന്ന ആൾ, അവൻ നോമ്പുകാരന്, ക്ഷമിച്ച് നോമ്പെടുക്കുന്നവൻ്റെ സ്ഥാനത്താണ്. ക്ഷമിച്ച് നോമ്പെടുക്കുന്ന, വിശപ്പുണ്ടായാലും ഭക്ഷണം കഴിക്കാതെ ക്ഷമിക്കുന്നവനാണല്ലോ നോമ്പുകാരൻ. അങ്ങനെ നോമ്പെടുക്കുന്നവനെ പോലെ പുണ്യം ലഭിക്കും. അപ്പോൾ നോമ്പ് അനുഷ്ഠിക്കൽ മാത്രമല്ല പുണ്യം, നോമ്പ് അനുഷ്ഠിക്കൽ പുണ്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ നോമ്പില്ലാത്തവനും അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയമല്ലാത്ത മറ്റു സമയങ്ങളിലുള്ള ഭക്ഷണം കഴിക്കുന്നവൻ, ആ ഭക്ഷണം ലഭിച്ചതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതും വലിയ പുണ്യമുള്ളതാണ് എന്നർത്ഥം. നോമ്പ് നിർബന്ധമായ സമയത്ത് നോമ്പ് ഒഴിവാക്കി ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഇത് പറയുന്നത്. നോമ്പിൻ്റെ സമയമല്ലാത്തപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും നോമ്പുകാരനെ പോലെ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല അത്തരത്തിൽ നമ്മുടെ ഓരോ ചലനങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും അല്ലാഹു തആല പഠിപ്പിച്ചത്, മനസ്സിലാക്കി തന്നത് അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.